ഹായ് ഫ്രണ്ട്സ്, ഡ്രീം ഗാർഡനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ മണിപ്ലാന്റ് ചെടി വെച്ച് ചെയ്യുന്നതാണ്. മണിപ്ലാന്റിന് ഒരു ഹൗസ് ഉണ്ടാക്കുകയാണ് ഇന്നത്തെ വീഡിയോ. അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ ബോട്ടിലാണ്. ഇനി നമുക്ക് ഒരു സ്കെച്ച് പെൻ എടുത്തിട്ട് വീടിന് ഒരു ഡോറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് റെഡ് കളർ അക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് കളർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ഈ ബോട്ടിലിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വരച്ചു കൊടുത്ത ആ ഡോറിൻ്റെ ഉള്ളിലോട്ട് മാത്രം റെഡ് കളർ അടിക്കാതെ ബാക്കിയുള്ള ഭാഗത്തോട്ട് നമുക്ക് റെഡ് കളർ അടിച്ചു കൊടുക്കാം. വൈറ്റ് കളറൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അടിച്ചാൽ കൂടുതൽ ഭംഗിയായിരിക്കുമേ. എൻ്റെ കയ്യിൽ റെഡ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാൻ റെഡ് കളർ അടിച്ചു കൊടുത്തത്. റെഡ് കളർ ആണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നേ. ഇതുപോലെ പെയിൻ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടുണ്ട് പെയിൻ്റ് അടിച്ചെടുത്തപ്പോൾ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു ചിരട്ടയാണ്. ഇനി നമുക്ക് ഈ ചിരട്ടയുടെ മുകൾ ഭാഗത്ത് ഒരു റൗണ്ട് വരച്ച് കൊടുക്കാം. ആ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ചെറിയ റൗണ്ട് അതിൻ്റെ മുകളിൽ വരച്ച ശേഷം കട്ട് ചെയ്യുകയാണെങ്കിൽ അത് കറക്റ്റ് ലെവലിൽ തന്നെ കിട്ടുവേ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തത്. ഇതുപോലെ വരച്ച ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. നിങ്ങൾ ഇതുപോലെ വീട് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടില്ലേ, ഇത് ഞാനിപ്പോൾ ഇവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇവിടെ മണിപ്ലാന്റിനെ വെള്ളത്തിലാണ് സെറ്റ് ചെയ്യുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വീട് പോലെ തോന്നുന്നുണ്ട്. എനിക്ക് എന്തായാലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ഉറപ്പായാലും കമൻറ്റ് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റായിട്ടിടണേ. മണിപ്ലാന്റ് ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ തണ്ടുകളാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഇതിലും വലിയ ചില്ല് ബോട്ടിലുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. എൻ്റെ ബോട്ടിൽ ഇച്ചിരി ചെറുതായിപ്പോയേ. ഇതുപോലെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്ത ശേഷം ഒരു ത്രെഡ് വെച്ച് ഇതൊന്ന് നമുക്ക് കെട്ടി റെഡിയാക്കി കൊടുക്കണേ. മണിപ്ലാന്റിൻ്റെ വെറൈറ്റി ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കിയാൽ കൂടുതൽ ഭംഗിയായിരിക്കുവേ. നല്ല ഭംഗിയുണ്ട്. നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന സാധനങ്ങൾ വെച്ചാണ് ഇതുപോലെയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഐഡിയകൾ നമ്മൾ ചെയ്യുന്നത്. അതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാനും കഴിയുമല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ മണിപ്ലാന്റിനെ ഒന്ന് വെച്ച് കൊടുക്കാം. നല്ല ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഇത്രയും ക്യൂട്ടായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് കിട്ടിയത്. ഈ റെഡ് കളറിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡിസൈൻസ് ഒക്കെ വേണമെങ്കിൽ വരച്ചു കൊടുക്കാം. ഞാനിവിടെ ഡിസൈൻ ഒന്നും വരയ്ക്കാത്തത് എൻ്റെ റെഡ് കളർ ഉണങ്ങിയിട്ടില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ആർച്ചിൻ്റെ ഭാഗത്തൊക്കെ ചെറിയ ഡിസൈനുകളൊക്കെ ചെയ്ത് കൂടുതൽ ഭംഗിയാക്കാൻ സാധിക്കുവേ. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ കടയിൽ നിന്നും ഒക്കെ മേടിക്കുന്ന ഒരു വീട് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും നമുക്ക് ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഗാർഡൻ വീഡിയോകളുമായി കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.